അഷ്ടമിരോഹിണി ആഘോഷ നിറവിൽ ഗുരുഭവനപുരി. കണ്ണനെ കണ്ണിറയെ കാണാൻ ഭക്തലക്ഷങ്ങൾ. കൂടുതൽ വെളിപ്പെടുത്തലുകളുമായി നടിമാർ രംഗത്ത്. ആരോപണ വിധേയക്കെതിരെ ക്രിമിനൽ ഗൂഢാലോചനയ്ക്ക് പരാതി നൽകി നടൻ സിദ്ദിഖ്. അമ്മായോഗം മാറ്റിവെച്ചു. തൃശൂർ നടത്തറയിൽ 103 ഗ്രാം MDMA-യുമായി 2 പേർ പിടിയിൽ. കുന്നംകുളം സ്വദേശികളായ വിഷ്ണു, ശരത് എന്നിവരെയാണ് തൃശൂർ സിറ്റി ലഹരി വിരുദ്ധ സ്ക്വാഡും ഒല്ലൂർ പോലീസും ചേർന്ന് പിടികൂടിയത്. കൊടുങ്ങല്ലൂർ മേത്തലയിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരൻ മരിച്ചു. കണിമംഗലത്ത് വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന സൈക്കിൾ യാത്രികൻ മരിച്ചു. തൃശൂർ വടക്കേ സ്റ്റാൻഡിൽ ബസ്സിൽ നിന്ന് വീണ് യാത്രക്കാരിക്ക് പരിക്ക്. പന്നിത്തടം കേച്ചേരി റോഡിൽ അമ്മയെയും മകളെയും വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. പഴഞ്ഞി സ്വദേശി കണ്ടരശ്ശേരി വീട്ടിൽ അനീഷിന്റെ ഭാര്യ രേഖ, മകൾ ആരതി എന്നിവരാണ് മരിച്ചത്. ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് കേരള ഷോളയാർ ഡാമിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. ഡാമിൽ നിന്ന് അധിക ജലം ചാലക്കുടി പുഴയിലേക്ക് ഒഴുകും. വാർത്തകൾ വിശദമായി. പിറന്നാൾ ദിനത്തിൽ ഉണ്ണിക്കണ്ണനെ ഒരു നോക്ക് കാണാനും പിറന്നാൾ സദ്യയിൽ പങ്കെടുക്കാനുമായി ഗുരുഭവനപുരിയിലേക്ക് ആയിരങ്ങളെത്തി. തിരക്ക് കണക്കിലെടുത്ത് കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളാണ് ക്ഷേത്രനഗരിയിൽ ഒരുക്കിയിരുന്നത്. കണ്ണന്റെ പിറന്നാൾ സുദിനത്തിൽ ഉണ്ണിക്കണ്ണന്മാരാലും ഗോപികമാരാലും ഗുരുഭവനപുരി നിറഞ്ഞു. കൃഷ്ണലീലകളിൽ ആറാടി നാടും നഗരവും മതിമറന്നു. പുലർച്ചെ മുതൽ ക്ഷേത്രത്തിൽ ദർശനത്തിന് വൻ ഭക്തജന തിരക്ക് അനുഭവപ്പെട്ടു. കണ്ണനെ ഒരു നോക്ക് കണ്ട് ദർശന സായുജ്യം നേടാൻ ഞായറാഴ്ച രാത്രി മുതൽ ഭക്തർ ക്ഷേത്രസന്നിധിയിലെത്തിയിരുന്നു. ദർശനത്തിന് പുലർച്ചെ മുതൽ നീണ്ട നിരയായിരുന്നു. രാവിലെ 6 മുതൽ ഉച്ചയ്ക്ക് 2 വരെ VIP ദർശനം നിയന്ത്രിച്ചത് സാധാരണ ഭക്തർക്ക് അനുഗ്രഹമായി. ക്ഷേത്രത്തിൽ കാഴ്ചശിവേലിക്ക് കൊമ്പൻ ഇന്ദ്രസൻ ഗുരുവായൂരപ്പന്റെ സ്വർണ്ണക്കോലമേറ്റി. പെരുവനം കുട്ടന്മാരാരുടെ പഞ്ചാരിമേളം അകമ്പടിയായി. അന്നലക്ഷ്മി ഹാളിലും പുറത്ത് പന്തലിലും തെക്കേനടയിലെ ശ്രീ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയത്തിലുമായി പിറന്നാൾ സദ്യ വിതരണം ചെയ്തു. 30,000-ഓളം പേർ പിറന്നാൾ സദ്യയിൽ പങ്കെടുത്തു. അഷ്ടമിരോഹിണി ദിവസത്തെ പ്രധാന വഴിപാടായ നെയ്യപ്പം അത്താഴ പൂജയ്ക്ക് ഭഗവാന് നിവേദിക്കും. 42,000-ഓളം നെയ്യപ്പമാണ് തയ്യാറാക്കുന്നത്. 8 ലക്ഷത്തിന്റെ പാൽപ്പായസവും തയ്യാറാക്കി. 13 കീഴ്ശാന്തി ഇല്ലങ്ങളിലെ 100-ഓളം നമ്പൂതിരിമാരാണ് കണ്ണന്റെ പിറന്നാൾ ഗംഭീരമാക്കാൻ പാൽപ്പായസവും അപ്പവും തയ്യാറാക്കുന്നതിനും മറ്റും ക്ഷേത്ര ജോലികൾക്കുമായി പ്രവർത്തിയെടുത്തത്. ക്ഷേത്രത്തിനുള്ളിൽ തിടപ്പള്ളിയിലും വാതിൽ മാടത്തിലുമെല്ലാം അടുപ്പ് തയ്യാറാക്കി നറുനെയ്യിലാണ് അപ്പം തയ്യാറാക്കിയത്. TCV ന്യൂസ്, ഗുരുവായൂർ. വിവിധ ആഘോഷ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നടന്ന അഷ്ടമി രോഹിണി ഘോഷയാത്ര ഗുരുഭവനപുരിയെ അമ്പാടിയാക്കി. ഗുരുവായൂർ നായർ സമാജത്തിന്റെ ആഭിമുഖ്യത്തിലെ ആഘോഷ പരിപാടികൾ മമ്മിയൂർ ക്ഷേത്ര സന്നിധിയിൽ നിന്നാണ് തുടങ്ങിയത്. ദേവീദേവന്മാരുടെ തിടമ്പെഴുന്നള്ളിച്ച ജീവിത എഴുന്നള്ളിപ്പ് മഹാദേവ സന്നിധിയിൽ 1 മണിക്കൂറോളം നിറഞ്ഞാടി. ഗുരുവായൂരിൽ അഷ്ടമി രോഹിണി ദിവസം നായർ സമാജത്തിന്റെ നേതൃത്വത്തിലെ ആഘോഷ പരിപാടിയിലെ മുഖ്യ ഇനമാണ് ജീവിത എഴുന്നള്ളത്ത്. തുടർന്ന് ഗോപികാ നൃത്തത്തോടെ ഉറിയടിച്ചുടച്ചാണ് ഘോഷയാത്ര ആരംഭിച്ചത്. ദേവീദേവന്മാരുടെ തിടമ്പെഴുന്നള്ളിച്ച ജീവിത എഴുന്നള്ളിപ്പും ശ്രീകൃഷ്ണ രഥവും മേളവും ഘോഷയാത്രയെ ഭക്തിസാന്ദ്രമാക്കി. നഗരവീഥികളിൽ അലങ്കരിച്ച് കെട്ടിത്തൂക്കിയ ഉറികൾ രാധാകൃഷ്ണ വേഷമണിഞ്ഞ കുട്ടികൾ നൃത്ത ചുവടുകളോടെ അടിച്ചുടച്ചു. തുടർന്ന് വാശിയേറിയ ഉറിയടിയും ഉണ്ടായി. അപ്പം, അവിൽ തുടങ്ങിയവയാണ് ഉറികളിൽ നിറച്ചിരുന്നത്. ഘോഷയാത്രയിലുടനീളം ഭക്തർക്ക് അപ്പം വിതരണം ചെയ്തു. ഘോഷയാത്ര ഗുരുവായൂരപ്പ സന്നിധിയിലെത്തി പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ സമാപിച്ചു. പെരുന്തട്ട ശിവകൃഷ്ണ ഭക്തസേവാ സംഘത്തിന്റെ ഘോഷയാത്ര പെരുന്തട്ട ക്ഷേത്ര സന്നിധിയിൽ നിന്നാണ് തുടങ്ങിയത്. ഉറിയടി, താലം, മേളം, ഗോപികാ നൃത്തം എന്നിവ അണിനിരന്ന ഘോഷയാത്ര ഗുരുവായൂരിലെത്തിയ ശേഷം തെക്കേ നടയിൽ സമാപിച്ചു. TCV ന്യൂസ്, ഗുരുവായൂർ. മലയാള സിനിമാ മേഖലയെ പിടിച്ചുകുലുക്കി കൂടുതൽ വെളിപ്പെടുത്തലുകളുമായി വീണ്ടും നടിമാർ രംഗത്ത്. നടനും MLA-യുമായ മുകേഷിനും ജയസൂര്യയ്ക്കും എതിരെയാണ് കൂടുതൽ വെളിപ്പെടുത്തലുകളുമായി നടി മിനു മുനീർ രംഗത്ത് വന്നിരിക്കുന്നത്. ഇരുവരും തന്നെ ശാരീരികമായി ഉപദ്രവിച്ചു എന്നാണ് നടിയുടെ ആരോപണം. ജയസൂര്യ സിനിമയുടെ സെറ്റിൽ വെച്ചാണ് മോശം പെരുമാറ്റം നടത്തിയതെന്നും മുകേഷ് കടന്നുപിടിച്ചുവെന്നുമാണ് മിനുവിന്റെ വെളിപ്പെടുത്തൽ. നടനും നിർമ്മാതാവുമായ മണിയൻപിള്ള രാജുവിനെതിരെയും നടി ആരോപണം ഉന്നയിച്ചു. ലൈംഗിക ചുവയോടെ സംസാരിച്ചുവെന്നാണ് നടനെതിരായ ആരോപണം. അന്വേഷണ സംഘത്തിൽ പരാതി നൽകുമെന്നും നടി പറഞ്ഞു. തനിക്കെതിരായ ആരോപണത്തിൽ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ നടപടിയെടുക്കട്ടെ എന്നായിരുന്നു മണിയൻപിള്ള രാജുവിന്റെ പ്രതികരണം. എന്നാൽ ഗുരുതരമായ ആരോപണത്തിൽ മുകേഷും ജയസൂര്യയും പ്രതികരിച്ചിട്ടില്ല. അതേസമയം തനിക്കെതിരെ ലൈംഗിക ആരോപണം ഉന്നയിച്ച യുവനടി രേവതി സമ്പത്തിനെതിരെ DGPക്ക് നടൻ സിദ്ദിഖ് പരാതി നൽകി. ക്രിമിനൽ ഗൂഢാലോചന നടത്തിയെന്നാണ് പരാതി.
വ്യത്യസ്ത സമയങ്ങളിൽ വ്യത്യസ്ത ആരോപണങ്ങളാണ് നടി ഉന്നയിക്കുന്നതെന്നും ഇതിന് പിന്നിൽ അജണ്ടയാണെന്നും സിദ്ദിഖ് ആരോപിക്കുന്നു. ഇന്നലെയാണ് നടിയുടെ ആരോപണത്തിന് പിന്നാലെ താരസംഘടനയായ അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനം സിദ്ദിഖ് രാജിവെച്ചത്. താരങ്ങൾക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നുവരുന്ന സാഹചര്യത്തിൽ സംഘടന അടിയന്തര യോഗം വിളിച്ചിരുന്നുവെങ്കിലും പ്രസിഡന്റായ മോഹൻലാലിന്റെ അസൗകര്യം കാരണം യോഗം മാറ്റിവെച്ചിരിക്കുകയാണ്. ഇതിനിടെ സർക്കാരിന്റെ ചലച്ചിത്ര നയ രൂപീകരണ സമിതിയിൽ ആരോപണ വിധേയനായ MLAയും നടനുമായ മുകേഷിനെ ഉൾപ്പെടുത്തിയതിനെതിരെ വൻ പ്രതിഷേധമാണ് ഉയർന്നുവരുന്നത്. പ്രതിപക്ഷമടക്കം ഇതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. വിഷയത്തിൽ സർക്കാർ നിലപാട് വ്യക്തമാക്കണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. മണ്ണുത്തി നടത്തറയിൽ 103 ഗ്രാം MDMAയുമായി 2 പേർ പിടിയിൽ. കുന്നംകുളം സ്വദേശികളായ വിഷ്ണു, ശരത് എന്നിവരെയാണ് തൃശൂർ സിറ്റി ലഹരി വിരുദ്ധ സ്ക്വാഡും ഉള്ളൂർ പോലീസും ചേർന്ന് പിടികൂടിയത്. ബാംഗ്ലൂരിൽ നിന്നാണ് പ്രതികൾ മയക്കുമരുന്ന് എത്തിച്ചതെന്ന് പോലീസ് പറഞ്ഞു. 2 ദിവസം മുൻപ് എളന്തുരുത്തിയിൽ നിന്നും MDMAയുമായി നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയെ ലഹരി വിരുദ്ധ സ്ക്വാഡ് അറസ്റ്റ് ചെയ്തിരുന്നു. ചെറുതുരുത്തി കൊച്ചിൻ പാലത്തിന് സമീപം വെച്ച് കാറിൽ കടത്തുകയായിരുന്ന ലഹരി ഉൽപ്പന്നങ്ങൾ പിടികൂടി. ബാംഗ്ലൂരിൽ നിന്നും കാറിൽ കടത്തിയിരുന്ന ലഹരി ഉൽപ്പന്നങ്ങളാണ് പിടികൂടിയത്. കമ്മീഷണർക്ക് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടത്തിയത്. കൊടുങ്ങല്ലൂർ മേത്തലയിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരനായ യുവാവ് മരിച്ചു. മേത്തലപ്പാടം കാട്ടുകണ്ടത്തിൽ ശശിയുടെ മകൻ 45 വയസ്സുള്ള സലീഷ് കുമാറാണ് മരിച്ചത്. ഇന്നലെ രാത്രിയിൽ മേത്തലപ്പാടത്തായിരുന്നു അപകടം. അപകടത്തിൽ പരിക്കേറ്റ സലീഷ് കുമാർ സ്വകാര്യ ആശുപത്രിയിൽ പ്രാഥമിക ശുശ്രൂഷ തേടി വീട്ടിലേക്ക് മടങ്ങിയിരുന്നു. പിന്നീട് ആരോഗ്യസ്ഥിതി മോശമായതോടെ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കണിമംഗലത്ത് വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന സൈക്കിൾ യാത്രികൻ മരിച്ചു. പുത്തൂർ സ്വദേശി കള്ളാടത്തിൽ സിദ്ധാർത്ഥൻ മകൻ 40 വയസ്സുള്ള സിനീഷ് ബാബുവാണ് മരിച്ചത്. ശനിയാഴ്ച വൈകിട്ടാണ് അപകടം. പരിക്കേറ്റ് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. തൃശൂർ വടക്കേ സ്റ്റാൻഡിൽ ബസ്സിൽ നിന്ന് വീണ് യാത്രക്കാരിക്ക് പരിക്കേറ്റു. കോടന്നൂർ സ്വദേശിനി കോപ്പക്കാട്ടിൽ വീട്ടിൽ കൗസല്യക്കാണ് പരിക്കേറ്റത്. ഇവരെ തൃശൂർ അശ്വിനി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പെരുമ്പിലാവ് അൻസാർ ആശുപത്രിക്ക് സമീപം കാനയിൽ കാൽ കുടുങ്ങി യുവതിക്ക് പരിക്കേറ്റു. പെരുമ്പിലാവിലെ ഗൃഹോപകരണ കമ്പനിയിലെ ജീവനക്കാരിയായ വൈഗയ്ക്കാണ് പരിക്കേറ്റത്. ഇവർ പെരുമ്പിലാവ് അൻസാർ ആശുപത്രിയിൽ ചികിത്സ തേടി. KSTPയുടെ റോഡ് വികസനത്തിന്റെ ഭാഗമായി നിർമ്മിച്ച പുതിയ കാനയുടെ സ്ലാബിന്റെ വിടവാണ് കാൽനട യാത്രക്കാർക്ക് കുരുക്കാകുന്നത്. പന്നിത്തടം കേച്ചേരി റോഡിൽ നീണ്ടൂർ തങ്ങൾപ്പടിയിൽ അമ്മയെയും 10 വയസ്സ് പ്രായമുള്ള മകളെയും വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. പഴഞ്ഞി സ്വദേശി കണ്ടരശ്ശേരി വീട്ടിൽ അനീഷിന്റെ ഭാര്യ 35 വയസ്സുള്ള രേഖ, മകൾ 10 വയസ്സുള്ള ആരതി കൃഷ്ണ എന്നിവരാണ് മരിച്ചത്. ഇന്ന് ഉച്ചയ്ക്ക് 12 മണിയോടെ രേഖയുടെ മാതാവ് സുമതിയാണ് തൂങ്ങി മരിച്ചു നിൽക്കുന്നത് ആദ്യം കണ്ടത്. ഇന്നലെയാണ് ഇവർ നീണ്ടൂരിലെ സ്വന്തം വീട്ടിലേക്ക് എത്തിയത്. ഇന്ന് രാവിലെ സുമതി പണിക്ക് പോയിരിക്കുകയായിരുന്നു. രേഖയുടെ സഹോദരി ഫോൺ ചെയ്തതിനെ തുടർന്ന് കിട്ടാതായതിനെ തുടർന്ന് സുമതിയെ വിളിച്ചു പറയുകയും വീട്ടിൽ വന്ന് അന്വേഷിക്കുകയുമായിരുന്നു. തുടർന്നാണ് വീടിനുള്ളിലെ കിടപ്പുമുറിയിൽ മകളെയും കൊച്ചുമകളെയും തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയത്. ഉടൻ തന്നെ എരുമപ്പെട്ടി പോലീസിനെ വിവരമറിയിച്ചു. കുന്നംകുളം ഡിവൈഎസ്പി CR സന്തോഷ്, എരുമപ്പെട്ടി ഇൻസ്പെക്ടർ CV ലൈജുമോൻ, SI ജബ്ബാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. സംഭവ സമയത്ത് രേഖയുടെ മകൻ ആദി കൃഷ്ണ അനീഷിന്റെ വീട്ടിലായിരുന്നു. കുടുംബ വഴക്കാണ് ആത്മഹത്യയ്ക്ക് കാരണമെന്ന് പറയുന്നു. പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ജലനിരപ്പ് ഉയർന്ന KCB ലിമിറ്റഡിന്റെ കീഴിലുള്ള ഷോളയാർ ഡാമിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. വൃഷ്ടിപ്രദേശങ്ങളിൽ മഴ കനത്തതോടെ ഡാമിലെ ഇപ്പോഴത്തെ ജലനിരപ്പ് 2661 അടിയായി. ഇതോടെ ഡാമിലെ അധിക ജലം ചാലക്കുടി പുഴയിലേക്ക് ഒഴുക്കുന്നതിനുള്ള പ്രാരംഭ നടപടികളുടെ ഭാഗമായിട്ടാണ് 3ാം ഘട്ട മുന്നറിയിപ്പായ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചത്. കുന്നംകുളം ചിറ്റഞ്ഞൂരിൽ യുവാവിനെ വീട് കയറി മർദ്ദിച്ചതായി പരാതി. ചിറ്റഞ്ഞൂർ സൗഹൃദ നഗറിൽ താമസിക്കുന്ന താണിയിൽ വീട്ടിൽ ധീരജിനാണ് മർദ്ദനമേറ്റത്. പ്രദേശവാസിയായ നിജേഷാണ് തന്നെ ആക്രമിച്ചതെന്ന് ധീരജ് പറഞ്ഞു. ഇന്നലെ രാത്രിയായിരുന്നു സംഭവം. ധീരജും കുടുംബവും വീട്ടിൽ TV കണ്ടുകൊണ്ടിരിക്കുന്നതിനിടെ വീട്ടിലേക്ക് അതിക്രമിച്ചു കയറി പ്രതി മർദ്ദിക്കുകയായിരുന്നുവെന്ന് പറയുന്നു. തടയാനെത്തിയ പിതാവിനും മർദ്ദനമേറ്റു. മർദ്ദനത്തെ തുടർന്ന് പരിക്കേറ്റ ധീരജ് കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി.
കുന്നംകുളം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. എറിയാട് കോൺഗ്രസിൽ ആഭ്യന്തര കലഹം. മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് CPM-ൽ ചേർന്നു. പാർട്ടി നേതൃത്വവുമായുണ്ടായ അഭിപ്രായ ഭിന്നതയെ തുടർന്നാണ് മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് എറിയാട് മണ്ഡലം പ്രസിഡന്റ് സക്കീർ തെക്കിനിയകത്ത് പാർട്ടി വിട്ടത്. ഈയിടെ നടന്ന മത്സ്യത്തൊഴിലാളി സഹകരണ സംഘം തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയം ഉൾപ്പെടെയുള്ള നടപടികളിൽ നിന്ന് തന്നെ മാറ്റി നിർത്തുകയായിരുന്നുവെന്ന് സക്കീർ ആരോപിക്കുന്നു. സഹകരണ സംഘം ഭരണസമിതിയിൽ പാർട്ടിക്കാരിയല്ലാത്ത വനിതയെ ഉൾപ്പെടുത്തിയെന്നും ആക്ഷേപമുണ്ട്. നാളുകളായി പാർട്ടിക്കുള്ളിൽ നിലനിൽക്കുന്ന അസ്വാരസ്യത്തിന്റെ തുടർച്ചയാണ് മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് നേതാവിന്റെ രാജിയെന്ന് പറയുന്നു. സ്കൂൾ പരിസരത്തുള്ള ലഹരി ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന കർശനമായി തടയണമെന്ന് ബാലസംഘം കൊടുങ്ങല്ലൂർ ഏരിയ സമ്മേളനം ആവശ്യപ്പെട്ടു. പെരിഞ്ഞനത്ത് നടന്ന ബാലസംഘം ഏരിയ സമ്മേളനം സംസ്ഥാന കമ്മിറ്റി അംഗം അനന്തു സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് ES ആമി അധ്യക്ഷത വഹിച്ചു. ബാലസംഘം ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് അഷ്റഫ്, CPM ഏരിയ സെക്രട്ടറി KR ജൈത്രൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK ഗിരിജ, ബാലസംഘം ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഭുവന രാജൻ തുടങ്ങിയവർ സംസാരിച്ചു. കുട്ടിക്കഥകളും ബാലസാഹിത്യവും മധ്യകാല ചിന്തകളിൽ നിന്നും മാറേണ്ട ഘട്ടം അതിക്രമിച്ചുവെന്ന് പ്രശസ്ത ചരിത്രകാരിയും സാമൂഹിക വിമർശകയുമായ J. ദേവിക അഭിപ്രായപ്പെട്ടു. സമകാലീന സാഹചര്യങ്ങളിൽ നിന്നും പുതിയ മാനങ്ങൾ കണ്ടെത്തി കൂടുതൽ അർത്ഥവത്തായ രചനകൾ ഉണ്ടാകണം. പെരുവനം അന്താരാഷ്ട്ര വില്ലേജ് ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് കോട്ടപ്പുറത്തുള്ള ഐവറി ആർട്ട് കഫേയിൽ നടന്ന പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു J. ദേവിക. ഐവറി ഇന്ററാക്റ്റീവ് സീരീസിന്റെ പ്രതിമാസ ചർച്ചയിൽ കുട്ടിക്കഥകൾ മുതിർന്നവർക്കെന്തിന് എന്ന വിഷയത്തെ അധികരിച്ച് എഴുത്തുകാരിയും ചിത്രകാരിയുമായ കവിത ബാലകൃഷ്ണനും ഒന്നിച്ചുമുള്ള സംവാദമാണ് ഇന്നലെ അരങ്ങേറിയത്. നാം കടന്നുപോകുന്ന യാഥാർത്ഥ്യങ്ങളെ ചരിത്രപരമായി അടയാളപ്പെടുത്താൻ കൂട്ടായ സാമൂഹ്യ ബോധത്തിലൂന്നിയുള്ള ഭാവനകൾ കൂടി ബാലസാഹിത്യത്തിൽ കൂട്ടിച്ചേർക്കണമെന്ന് ചിത്രകാരിയായ കവിത ബാലകൃഷ്ണൻ പറഞ്ഞു. ചർച്ചയിൽ എഴുത്തുകാരായ VG തമ്പി, അരുൺ എഴുത്തച്ഛൻ, ശ്രീജ നടുവം, ചിത്രകാരൻ സുനിൽ നമ്പു, പ്രവീൺ വൈശാഖൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഒല്ലൂർ സെന്റ് ആന്റണീസ് ഫൊറോന പള്ളിയിലെ വിശുദ്ധ റപ്പായൽ മാലാഖയുടെ തിരുനാളിനോടനുബന്ധിച്ച് 5 മേഖലകളിൽ നിന്നുള്ള പദയാത്ര പള്ളിയിലെത്തി സമാപിച്ചു. മേഖലകളിൽ നിന്നുള്ള പതാകകൾ തൃശൂർ അതിരൂപത വൈസ് ചാൻസലർ ഫാദർ ഡൈജോ പുറത്തൂർ മേഖലാ കൺവീനർമാരിൽ നിന്ന് സ്വീകരിച്ചു. വികാരി ഫാദർ ആന്റണി ചിറ്റിലപ്പള്ളി അധ്യക്ഷത വഹിച്ചു. ഫാദർ അൽജോ കാരേക്കാട്ടിൽ, ഫാദർ ജിജോ തിത്തായി, ഫാദർ ഷിൻഡോ മാറോക്കി, ഫാദർ ആൽബിൻ ചൂണ്ടൽ, കൈക്കാരൻ പോൾ കുണ്ടുകുളം, ആന്റണി മാണി ചാക്കു, റാഫി ചെമ്മനം, സെബി വല്ലച്ചിറക്കാരൻ എന്നിവർ പങ്കെടുത്തു. തിരുനാളിനോടനുബന്ധിച്ചുള്ള 9 ആഴ്ചകളിലെ ചൊവ്വാഴ്ച ആചരണം 27-ന് ആരംഭിക്കും. പെരുമ്പിലാവ് പൊതിയഞ്ചേരിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ ദേശഗുരുതി നടത്തി. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ പാലക്കാട്ടേരി നാരായണ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം മേൽശാന്തി ഉണ്ണികൃഷ്ണൻ എമ്പ്രാന്തിരി, അഴകം വിഷ്ണു നമ്പൂതിരി എന്നിവർ സഹകാർമ്മികരായി. നാലമ്പലത്തിന് പുറത്ത് പ്രത്യേകം തയ്യാറാക്കിയ തർപ്പണ പന്തലിലാണ് ചടങ്ങുകൾ നടന്നത്. നിരവധി ഭക്തരാണ് ചടങ്ങിൽ പങ്കെടുത്തത്. കൊടകര മറ്റത്തൂർ പഞ്ചായത്തുകളുടെ അതിർത്തിയിലുള്ള കാവനാട് ചിറ പായലും ചണ്ടിയും നിറഞ്ഞ് ഉപയോഗശൂന്യമാകുന്നു. 1/2 കോടിയോളം രൂപ മുടക്കി 3 വർഷം മുൻപ് നവീകരിച്ച ചിറയാണ് വീണ്ടും പുല്ലുമൂടി നശിക്കുന്നത്. 1 ഏക്കറിലധികമാണ് കാവനാട് ചിറയുടെ വിസ്തൃതി. കടുത്ത വേനൽക്കാലത്തുപോലും ജലസമൃദ്ധമായ ഈ ചിറ മേഖലയിലെ പ്രധാന ജലസ്രോതസ്സാണ്. ഇതിലെ വെള്ളത്തെ ആശ്രയിച്ചാണ് ഒരു കാലത്ത് മേഖലയിൽ നെൽകൃഷി ചെയ്തു പോന്നിരുന്നത്. കൃഷിയിടങ്ങളിലേക്ക് വെള്ളം കൊണ്ടുപോകുന്നതിനായുള്ള സംവിധാനവും ചിറയിലുണ്ട്. നെൽകൃഷി കുറയുകയും പാടങ്ങൾ പലതും പറമ്പുകളായി രൂപാന്തരപ്പെടുകയും ചെയ്തതോടെ ചിറയിലെ വെള്ളം ഉപയോഗിക്കുന്ന കർഷകരുടെ എണ്ണം കുറഞ്ഞു. ഇതോടെ വർഷങ്ങളോളം പുല്ലും പായലും മൂടി നാശോന്മുഖമായി കിടന്ന ചിറ നബാർഡിന്റെ സഹായത്തോടെ KLDCC-യാണ് നവീകരിച്ചത്. 2019-ൽ ആരംഭിച്ച ചിറയുടെ നവീകരണ പ്രവൃത്തി 3 വർഷം മുമ്പാണ് പൂർത്തിയായത്. വേനൽക്കാലത്ത് മേഖലയിലെ കുളങ്ങളിലും കിണറുകളിലും ജലവിധാനം താഴാതെ നിലനിർത്തുന്നതിൽ നിർണായക പങ്കുവഹിക്കുന്ന കാവനാട് ചിറയുടെ മുഖം ഏറെക്കാലത്തിനു ശേഷം തെളിഞ്ഞു കണ്ടെങ്കിലും ഇപ്പോൾ വീണ്ടും പായലും പുല്ലും ചണ്ടിയും നിറയാൻ തുടങ്ങി. ചുറ്റും വളർന്നു നിൽക്കുന്ന കുറ്റിക്കാടുകളടക്കം നീക്കം ചെയ്ത്
ചിറയെ സംരക്ഷിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. TCV ന്യൂസ് കൊടകര. പ്രൊഫസർ പുന്നക്കൽ നാരായണൻ രചിച്ച സമ്മിശ്ര രാമായണം സാഹിത്യ നിരൂപകൻ ഡോക്ടർ SK വസന്തൻ പ്രകാശനം ചെയ്തു. വടക്കാഞ്ചേരി കാഞ്ഞിരക്കോട് നടന്ന ചടങ്ങിൽ റിട്ടയർഡ് പ്രിൻസിപ്പൽ ഡോക്ടർ P. ഗീത ആദ്യ പ്രതി ഏറ്റുവാങ്ങി. മുൻ MLA TV ചന്ദ്രമോഹൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഭക്തശ്രീ KT രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. പുത്തേഴത്ത് രാമചന്ദ്രൻ, നടൻ നന്ദകിഷോർ, ഡോക്ടർ ഫാദർ ദേവസി പന്തലുകാരൻ, നടി C. രമാദേവി, ഡോക്ടർ B. വിജയകുമാർ എന്നിവർ പങ്കെടുത്തു. തുടർന്ന് നടന്ന കവിസംഗമം കുറ്റിപ്പുഴ രവി ഉദ്ഘാടനം ചെയ്തു. ഡോക്ടറേറ്റ് നേടിയ കടങ്ങോട് കൈക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ തെക്കേമഠം ദേവസ്വം മാനേജർ വടക്കുംപാട്ട് നാരായണൻ നമ്പൂതിരിപ്പാട് BN കൃഷ്ണചന്ദ്രൻ എന്നിവരെ ആദരിച്ചു. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ വടക്കേടത്ത് നാരായണൻ നമ്പൂതിരിപ്പാട് വിശിഷ്ട വ്യക്തികൾക്ക് പൊന്നാട അണിയിച്ച് ഉപഹാരങ്ങൾ സമർപ്പിച്ചു. ക്ഷേത്രം കമ്മിറ്റി പ്രസിഡന്റ് PT സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ CV സുഭാഷ്, അഭിലാഷ് കടങ്ങോട്, കമ്മിറ്റി ജോയിന്റ് സെക്രട്ടറി ധനഞ്ജയൻ, ശ്യാം ശേഖർ, PV കൃഷ്ണൻകുട്ടി, ഭാസ്കരൻ, പ്രസാദ് എന്നിവർ സംസാരിച്ചു. നമ്മൾ വയനാട് ക്യാമ്പയിന്റെ ഭാഗമായി ഡിവൈഎഫ്ഐ തിരുവത്ര മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചാവക്കാട് ബ്ലാങ്ങാട് ബീച്ചിൽ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. ഡിവൈഎഫ്ഐ ജില്ലാ വൈസ് പ്രസിഡന്റ് എറിൻ ആന്റണി, ഡിവൈഎഫ്ഐ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ഹസൻ മുബാറക്, ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത്, ബ്ലോക്ക് ട്രഷറർ TM ഷെഫീഖ്, ഡിവൈഎഫ്ഐ തിരുവത്ര മേഖലാ സെക്രട്ടറി ജാബിർ തുടങ്ങിയവർ പങ്കെടുത്തു. കേരള ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റി 15ാമത് കുന്നംകുളം മേഖലാ സമ്മേളനം കൊച്ചിൻ ദേവസ്വം ബോർഡ് അംഗം പ്രേംരാജ് ചുണ്ടലാത്ത് ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് T. സോമശേഖരൻ അധ്യക്ഷത വഹിച്ചു. മേഖലാ സെക്രട്ടറി പ്രവീൺ കുമാർ, ട്രഷറർ ഉണ്ണിക്കുട്ടൻ, കരിക്കാട്, കുന്നംകുളം ഭദ്രാസനം സെക്രട്ടറി ഫാദർ ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ മാതൃക ആനപ്പാപ്പൻ, രാജൻ നായർ, കേരള കലാമണ്ഡലം കൽപ്പിത സർവകലാശാല വിസിറ്റിംഗ് പ്രൊഫസർ, കലാമണ്ഡലം ചന്ദ്രൻ പെരിങ്ങോട്, ചെണ്ട കലാകാരൻ വെള്ളിത്തിരുത്തി പ്രഭാകരൻ നായർ, ആദ്യകാല പ്രവർത്തകൻ E. ഗംഗാധരൻ നായർ എന്നിവരെ ആദരിച്ചു. 3.5 പതിറ്റാണ്ടിന്റെ ഇടവേളയ്ക്ക് ശേഷം കൂടപ്പുഴ ഫാസ് ഓഡിറ്റോറിയത്തിൽ വീണ്ടും നാടക യവനിക ഉയരുന്നു. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ മുച്ചീട്ട് കളിക്കാരന്റെ മകൾക്കായി എന്ന നാടകം നാളെ വൈകിട്ട് അരങ്ങേറും. തിലകന്റെയും ജോസ് പെല്ലിശ്ശേരിയുടെയും എല്ലാം കളിത്തൊട്ടിലായിരുന്ന ചാലക്കുടിയുടെ പിന്നിട്ട നാടക പ്രതാപകാലത്തേക്ക് മടക്കയാത്ര കൂടിയാണിതെന്ന് സംഘാടകർ ഉറച്ചു വിശ്വസിക്കുന്നു. 1980 കാലഘട്ടത്തിൽ കലാനിലയത്തിന്റെ രക്തരക്ഷസ് നാടകത്തിലെ വടയക്ഷിയുടെ അട്ടഹാസം ഫൈനാൻസ് സൊസൈറ്റിയിലിരുന്ന കാണികളെയും പ്രദേശത്തെ വീട്ടുകാരെയുമെല്ലാം ഞെട്ടിച്ചിരുന്നു. തുടർന്ന് കടമറ്റത്ത് കത്തനാർ, നാറാണത്ത് ഭ്രാന്തൻ തുടങ്ങി ഡ്രാമാസ്കോപ്പും നാടകങ്ങളും പൂഴിമണൽ വിരിച്ച ഹാളിലിരുന്ന 10,000 ആസ്വദിച്ചു. നാടകാചാര്യൻ NN പിള്ള, കൊട്ടാരക്കരയുടെ മകൻ സായ്കുമാർ, സിനിമയിലെ വില്ലൻ വേഷങ്ങളിൽ തിളങ്ങിയ ഋഷഭാവ എന്നിവരും ഫാസിൽ അരങ്ങ് തകർത്തു. കേരളത്തിലെ പ്രൊഫഷണൽ ട്രൂപ്പുകളുടെ നാടകങ്ങൾക്കും കൂടപ്പുഴയിലെ കലാകേന്ദ്രം വേദിയായി. നാടകങ്ങൾക്ക് നിറം മങ്ങി 1990കളോടെ ഫാസിനെയും ശനിദശ ബാധിച്ചു. കാണികൾ കുറഞ്ഞതോടെ നാടക നടത്തിപ്പ് നഷ്ടങ്ങളുടെ കോളത്തിൽ ഇടം പിടിച്ചു. പ്രൊഫസർ PA തോമസ് പ്രസിഡന്റായി തുടക്കമിട്ട ഫൈൻ ആർട്സ് സൊസൈറ്റിയുടെ പ്രവർത്തനം ഇതോടെ താളം തെറ്റി. പിന്നീട് BP അപ്പുക്കുട്ടന്റെ നേതൃത്വത്തിൽ നൃത്ത സംഗീത വിദ്യാലയം ആരംഭിച്ചായിരുന്നു ഈ കലാക്ഷേത്രത്തിന്റെ കെടാവിളക്ക് നിലനിർത്തിയത്. വിവാഹങ്ങളടക്കമുള്ള ചടങ്ങുകൾക്ക് വേദിയായി കുറെ കാലം പിടിച്ചു നിന്നു. ഇപ്പോൾ ചാലക്കുടിയുടെ കലാകൂട്ടായ്മ വീണ്ടും ഇവിടെ ഒന്നിക്കുകയാണ്. നാടകലോകത്തേക്ക് ആസ്വാദകരെ തിരികെ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ. നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷൻ അഡ്വക്കേറ്റ് ബിജു S. ചെറിയത്ത് പ്രസിഡന്റായി പുതിയതായി രൂപീകരിച്ച കമ്മിറ്റിയാണ് നേതൃനിരയിൽ. സെക്രട്ടറി ആദ്യകാല പ്രവർത്തകൻ PV ജൂലിയസും ഒപ്പമുണ്ട്. TCV ചാലക്കുടി. മറ്റത്തൂർ വെള്ളിക്കുളങ്ങര മൾട്ടിപർപ്പസ് സഹകരണ സംഘത്തിന്റെ വാർഷിക പൊതുയോഗവും ഉമ്മൻചാണ്ടി എക്സലൻസ് അവാർഡ് വിതരണവും നടന്നു. കിഴക്കേ കോടാലി ഗ്രാമമന്ദിരത്തിൽ നടന്ന വാർഷികം സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. സംഘം പ്രസിഡന്റ് ഗോപാലകൃഷ്ണൻ മടപ്പാട്ട് അധ്യക്ഷത വഹിച്ചു. മറ്റത്തൂർ പഞ്ചായത്ത് അംഗങ്ങളായ KS സൂരജ്, സംഘം സെക്രട്ടറി സ്മിത ഷാജു തുടങ്ങിയവർ സംസാരിച്ചു.
മണലിത്തറ അയ്യപ്പൻകാവിൽ പ്രദക്ഷിണ വഴിയുടെയും ആൽത്തറയുടെയും സമർപ്പണം നടന്നു. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ പനാവൂർ ദിവാകരൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് അയിലൂർ അനന്തനാരായണ ശർമ്മയുടെ പ്രാമാണിത്വത്തിൽ പഞ്ചവാദ്യവും സമർപ്പണ സദസ്സും സമൂഹാർച്ചനയും ഭഗവത് സേവയും നടന്നു. മച്ചാട് തിരുവാണിക്കാവ് മേൽശാന്തി സുരേഷ് എംബ്രാന്തിരി ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്രക്ഷേമ സമിതി പ്രസിഡന്റ് വിളമ്പത്ത് വാസുദേവൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ഒറ്റയിൽ ശ്രീകൃഷ്ണൻ, തന്ത്രി പനാവൂർ ദിവാകരൻ നമ്പൂതിരി, കൃഷ്ണകുമാർ ഇളയത്, ജയൻ ഇളയത് തുടങ്ങിയവർ പങ്കെടുത്തു. നവയുഗ കൂട്ടായ്മ എങ്കക്കാടിന്റെ നേതൃത്വത്തിൽ സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് നടന്നു. നഗരസഭാ കൌൺസിലർ അഡ്വക്കേറ്റ് ശ്രീദേവി ഉദ്ഘാടനം നിർവഹിച്ചു. എങ്കക്കാട് നടന്ന ക്യാമ്പിൽ നിരവധി പേർ പങ്കെടുത്തു. വയനാടിന് ആശ്വാസമേകാനായി നിറച്ചാർത്ത് എങ്കക്കാട് സംഘടിപ്പിച്ച ലാൻഡ്സ്കേപ്പ് ചിത്ര പ്രദർശനത്തിൽ 50,000-ഓളം രൂപയുടെ വിൽപ്പന നടന്നു. 10 ചിത്രങ്ങളുടെ വിൽപ്പനയാണ് നടന്നത്. വാഴാനിയിലെയും പരിസര പ്രദേശങ്ങളിലെയും പ്രകൃതി ദൃശ്യങ്ങൾ പ്രമേയമാക്കിയ 34 ചിത്രങ്ങളാണ് പ്രദർശിപ്പിച്ചത്. പ്രദർശനത്തിൽ നിന്നുള്ള വരുമാനം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സമർപ്പിക്കും. ബ്രിട്ടീഷ് പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മലയാളിയായ സോജൻ ജോസഫിന് കരുവന്നൂർ കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പൗരസ്വീകരണം നൽകും. ബുധനാഴ്ച വൈകിട്ട് കരുവന്നൂർ സെന്റ് മേരീസ് പള്ളി അങ്കണത്തിൽ നടക്കുന്ന ചടങ്ങ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്യും. വികാരി ഫാദർ ഡേവിസ് കല്ലിങ്ങൽ, കത്തോലിക്ക കോൺഗ്രസ് പ്രസിഡന്റ് ജോസഫ് തെക്കൂടൻ, സെക്രട്ടറി റാഫേൽ പെരുമ്പുള്ളി, ജോയ് മാടാനി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കിഴിപ്പുള്ളിക്കര ആന്ത്രോപോ സോക്കസിന്റെ നേതൃത്വത്തിൽ സർവകക്ഷി യോഗവും ജനകീയ സമിതി രൂപീകരണവും നടത്തി. ലഹരിക്കെതിരെ നാടൊന്നിക്കുന്നു എന്ന പ്രചാരണ പരിപാടിയുടെ ഭാഗമായി നടന്ന യോഗം അന്തിക്കാട് SI കൊച്ചുമോൻ ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. ആന്ത്രോപോ സോക്കസ് സെക്രട്ടറി TV ദീപു അധ്യക്ഷനായി. സൈബർ ഇടത്തിലെ ലഹരിയുടെ ചതിക്കുഴികളെക്കുറിച്ചും മയക്കുമരുന്ന് പ്രതിരോധ മാർഗങ്ങളെക്കുറിച്ചും തൃശൂർ എക്സൈസ് സർക്കിൾ പ്രിവന്റീവ് ഓഫീസർ P രാമചന്ദ്രൻ ക്ലാസ് എടുത്തു. 100 കണക്കിന് രക്ഷിതാക്കളും യുവാക്കളും പങ്കെടുത്ത യോഗത്തിൽ വെച്ച് ജനകീയ സമിതി രൂപീകരിച്ചു. ചെയർപേഴ്സണായി ഷീബ രാമചന്ദ്രനെയും കൺവീനറായി TV ദീപുവിനെയും ട്രഷററായി ഹാരിസ് വെട്ടിയാട്ടിലിനെയും തെരഞ്ഞെടുത്തു. ലഹരി പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ജനകീയ റാലി ഉടൻ നടത്തും. സർവകക്ഷി യോഗത്തിൽ ക്ലബ്ബ് ട്രഷറർ സ്വാലി ഹബീബുള്ള, NK അനിൽകുമാർ, ബഷീർ ബാവ, ഗിരിജൻ വൈക്കത്ത്, രാജൻ കല്ലിങ്ങൽ, MV വിനോദ്, കാസ്ട്രോ സുധീർ, ഗോകുൽ കൃഷ്ണ, വൈശാഖ് മോഹൻ എന്നിവർ സംസാരിച്ചു. പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ലഹരിക്കെതിരെ ബോധവൽക്കരണ ബോർഡുകൾ സ്ഥാപിക്കാനും പൊതുയോഗം തീരുമാനിച്ചു. കേരള കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന കേര കർഷക സൗഹൃദ സംഗമങ്ങളുടെ സമാപനം സെപ്റ്റംബർ 2-3 തീയതികളിലായി കോട്ടയം വൈക്കത്ത് നടക്കുമെന്ന് പാർട്ടി ഡെപ്യൂട്ടി ചെയർമാൻ അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ തൃശൂരിൽ അറിയിച്ചു. 100ാം കേര കർഷക സൗഹൃദ സംഗമവും കേര കർഷകരെ ആദരിക്കലും കർഷക രക്തസാക്ഷികളെ അനുസ്മരിക്കലും നടക്കും. ലോക നാളികേര ദിനമായ സെപ്റ്റംബർ 2-ന് കർഷക പുരയിടത്തിൽ പാർട്ടി ചെയർമാൻ PJ ജോസഫ് നാളികേര തൈ നടും. 3-ന് നടക്കുന്ന സമ്മേളനത്തിൽ ഫ്രാൻസിസ് ജോർജ് MP സ്വീകരണം നൽകുമെന്നും തോമസ് ഉണ്ണിയാടൻ പറഞ്ഞു. പെരിങ്ങോട്ടുകര അശ്വിനി മെഡിക്കൽ സെന്ററിൽ സൗജന്യ സ്ത്രീരോഗ ഗർഭാശയ ക്യാൻസർ നിർണയ ക്യാമ്പ് നടത്തി. തൃശൂർ അശ്വിനി ഹോസ്പിറ്റലിലെ സീനിയർ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ രാജി ബെഞ്ചമിൻ ക്യാമ്പിന് നേതൃത്വം നൽകി. അശ്വിനി മെഡിക്കൽ സെന്റർ അഡ്മിനിസ്ട്രേറ്റീവ് മാനേജർ A നാസർ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ VS നിഷാന്ത്, അനശ്വര, റീന എന്നിവർ സംസാരിച്ചു. പെരിങ്ങോട്ടുകര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ 1990 +2 ആദ്യ ബാച്ച് സൗഹൃദ തണലിന് 34 വയസ്സ് എന്ന പേരിൽ പൂർവ്വ വിദ്യാർത്ഥി കുടുംബ സംഗമം നടത്തി. പെരിങ്ങോട്ടുകര സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ സെക്രട്ടറി TK പീതാംബരൻ ഉദ്ഘാടനം ചെയ്തു. PG അജയ്കുമാർ അധ്യക്ഷനായി. CS ഷിനോയ്, സിന്ധു, TB ബിന്ദു, NV ഷാജു, PR ജോളി എന്നിവർ സംസാരിച്ചു. ഒരു ചെറിയൊരു സംഗമം ആദ്യത്തെ സ്റ്റുഡന്റ് വിളിച്ച് ചേർന്ന ആദ്യം +2 പാസ്സായി പോകുന്ന സ്റ്റുഡന്റ് അജയ്കുമാറാണ്. പിന്നെ രാജേശ്വരി ടീച്ചറും നമ്മുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഈ സ്കൂളിന്റെ ചരിത്രത്തിൽ ആദ്യത്തെ പ്രിൻസിപ്പൽ രാജേശ്വരി ടീച്ചറാണ്. ടീച്ചറെ കുറിച്ച് പറയുമ്പോൾ ടീച്ചറെ നിങ്ങളുടെ സംഗമത്തിൽ ഈ ബാച്ചിനെ കുറിച്ച് പറയുമ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ സംഗമങ്ങൾ നടത്തിയ
ബ്രവൈ ബ്രോത്തേഴ്സ് അക്കാദമിയിൽ നടന്ന 33ാമത് ജില്ലാ വുഷു ചാമ്പ്യൻഷിപ്പിൽ ബ്രവൈ ബ്രോത്തേഴ്സ് അക്കാദമി ഓവറോൾ ചാമ്പ്യന്മാരായി. SPR അക്കാദമി റണ്ണറപ്പായി. സമാപന ചടങ്ങ് ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് KR സാംബശിവൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ഒളിമ്പിക് അസോസിയേഷൻ സെക്രട്ടറി അഖിൽ അനിരുദ്ധൻ, വുഷു അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ ആരിഫ്, ജില്ലാ സ്പോർട്സ് കൌൺസിൽ അംഗം അബിൻ തോമസ്, വുഷു അസോസിയേഷൻ ജോയിന്റ് സെക്രട്ടറി സന്ദീപ് എന്നിവർ നേതൃത്വം നൽകി. ജില്ലയിലെ വിവിധ ക്ലബ്ബുകളിൽ നിന്നായി 200ഓളം കായിക താരങ്ങൾ മത്സരത്തിൽ പങ്കെടുത്തു. പെരിങ്ങോട്ടുകര AR റോഡിന് സമീപം കാറും ബൈക്കും കൂട്ടിയിടിച്ച് ഒരാൾക്ക് പരിക്ക്. ബൈക്ക് യാത്രികനായ മണലൂർ സ്വദേശി സുരേഷിനാണ് പരിക്കേറ്റത്. സാരമായി പരിക്കേറ്റ ഇയാളെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിൽ കാർ നിയന്ത്രണം വിട്ട് തോട്ടിലേക്ക് മറിഞ്ഞു. ഡ്രൈവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കായി ഗൃഹനാഥൻ ചികിത്സാ സഹായം തേടുന്നു. എടത്തിരുത്തി സ്വദേശി 51കാരനായ കുറുപ്പത്ത് സന്തോഷാണ് സുമനസുകളുടെ സഹായം തേടുന്നത്. പെയിന്റിംഗ് തൊഴിലാളിയായ സന്തോഷിന് 1 വർഷം മുമ്പാണ് വൃക്കരോഗം ബാധിച്ചത്. തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇരുവൃക്കകളുടെയും പ്രവർത്തനം നിലച്ചു. എത്രയും പെട്ടെന്ന് വൃക്ക മാറ്റിവെക്കണമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ഏകദേശം 30 ലക്ഷം രൂപ ചെലവ് വരുമെന്നാണ് ആശുപത്രി അധികൃതർ അറിയിച്ചിരിക്കുന്നത്. നിർധന കുടുംബാംഗമായ സന്തോഷിന് ഈ തുക കണ്ടെത്താൻ ബെന്നി ബെഹനാൻ MP, ET ടൈസൺ MLA തുടങ്ങിയ ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ ചികിത്സാ സഹായനിധി രൂപീകരിച്ചിട്ടുണ്ട്. 1 വർഷം മുന്നേ എൻ്റെ 2 കിഡ്നി വീക്കായി. ഇപ്പോൾ ആഴ്ചയിൽ 3 ദിവസം ഡയാലിസിസ് ചെയ്യണം. ഡോക്ടർ പറഞ്ഞു കിഡ്നി മാറ്റി വയ്ക്കണം എന്ന് പറയുന്നത്. സാമ്പത്തികം ബുദ്ധിമുട്ടാണ്. 30 ലക്ഷം രൂപയാണ് അതിൻ്റെ ചെലവ് വരുന്നത്. 3 കുട്ടികളെ എനിക്ക്, 2 പെൺകുട്ടി, 1 ആൺകുട്ടീന്. ഞാൻ ജോലിക്ക് പോയിട്ട് വേണം കുടുംബം കഴിയണമെങ്കിൽ. ഇപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതിനായി ഫെഡറൽ ബാങ്ക് എടത്തിരുത്തി ശാഖയിൽ നിഷ സന്തോഷിന്റെ പേരിൽ 12 58 01 00 17 21 02 എന്ന നമ്പറിൽ അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട്. കൊടുങ്ങല്ലൂർ മേത്തല പറമ്പിക്കുളങ്ങര ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങൾക്ക് തുടക്കമായി. പറമ്പിക്കുളങ്ങര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രാങ്കണത്തിൽ ഗോപിക നൃത്ത മത്സരം അരങ്ങേറി. തുടർന്ന് ഗോപൂജ, ഭജന, വിഷ്ണു സഹസ്രനാമജപം തുടങ്ങിയവ ഉണ്ടായി. വൈകിട്ട് മഹാശോഭയാത്ര, ഉറിയടി മത്സരം എന്നിവ നടക്കും. തുടർന്ന് നാടക സംവിധായകൻ കല്യാൺ K. മേത്തലയ്ക്ക് ജന്മാഷ്ടമി പുരസ്കാരം സമർപ്പിക്കും. ആഘോഷ പ്രമുഖ് OA അനുരഞ്ജ്, സഹ ആഘോഷ പ്രമുഖ് VP സൂര്യപ്രകാശ്, കേശാധ്യക്ഷൻ OS വൈഷ്ണവ്, ബാലപ്രമുഖ് C. വൈശ്രയനാഥ്, ഭഗിനി പ്രമുഖ് രവീണ P. രാജീവൻ എന്നിവർ നേതൃത്വം നൽകി. സെപ്റ്റംബർ 5 നടക്കുന്ന കടങ്ങോട് CPM കിഴക്കുമുറി ബ്രാഞ്ച് സമ്മേളനത്തിന്റെ ഭാഗമായി ശുചീകരണ പ്രവർത്തനം നടത്തി. കടങ്ങോട് അക്കിക്കാവ് റോഡിൽ മഞ്ഞാറപ്പാടത്ത് റോഡിന് ഇരുവശവും ശുചീകരിച്ചു. CPM വടക്കാഞ്ചേരി ഏരിയ സെക്രട്ടറി ഡോക്ടർ KD ബാഹുലയൻ ശുചീകരണ പ്രവർത്തനം ഉദ്ഘാടനം ചെയ്തു. CA ഇബ്രാഹിം അധ്യക്ഷത വഹിച്ചു. CPM ഏരിയ കമ്മിറ്റി അംഗം PS പ്രസാദ്, ലോക്കൽ കമ്മിറ്റി അംഗം CV സുഭാഷ്, മഹിളാ അസോസിയേഷൻ പ്രവർത്തകരായ CG പ്രസാദ്, രമ്യ അജി തുടങ്ങിയവർ നേതൃത്വം നൽകി. അന്തിക്കാട് വള്ളൂർ ആലുംതാഴം ശ്രീ മഹാവരാഹദേവി ക്ഷേത്രത്തിൽ അഷ്ടമിരോഹിണി മഹോത്സവത്തിന്റെ ഭാഗമായി ഗോപൂജ നടത്തി. ക്ഷേത്ര കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ക്ഷീര കർഷകർക്കുള്ള കാലിത്തീറ്റ വിതരണം അന്തിക്കാട് പഞ്ചായത്ത് അംഗം ലീന മനോജ് നിർവഹിച്ചു. ചടങ്ങുകൾക്കും വിശേഷാൽ പൂജകൾക്കും മേൽശാന്തി വിഷ്ണു കൂട്ടാല കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്ര ഭാരവാഹികളായ പ്രവീൺ പണ്ടാരത്തിൽ, സിനീഷ് തണ്ടാശ്ശേരി, സുബിൻ കാരമാക്കൽ എന്നിവർ നേതൃത്വം നൽകി. നല്ല പടമായി. മുല്ലശ്ശേരി പഞ്ചായത്തിൽ കുടുംബശ്രീ പുഷ്പകൃഷിയുടെ ആദ്യ വിളവെടുപ്പ് നടന്നു. ഓണം വിപണി ലക്ഷ്യമാക്കി ആരംഭിച്ച ചെണ്ടുമല്ലി കൃഷിയുടെ ആദ്യ വിളവെടുപ്പ് മുല്ലശ്ശേരി പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീദേവി ഡേവിസ് ഉദ്ഘാടനം ചെയ്തു. റിസോഴ്സ് പേഴ്സൺ നീതു മോഹൻദാസ്, സുജാത പഷ്ണങ്കോട്ട്, അജിത മുള്ളത്ത് തുടങ്ങിയവർ സംസാരിച്ചു. പൗരസ്ത്യ കൽദായ സുറിയാനി സഭ ദി ബോർഡ് ഓഫ് സെൻട്രൽ ട്രസ്റ്റീസിന്റെ നേതൃത്വത്തിലുള്ള കാൽഡിയൻ ചാരിറ്റി കമ്മിറ്റിയുടെ കീഴിൽ സഭയിലെ ഭിന്നശേഷിക്കാരുടെ ഉന്നമനത്തിനായി കരുതൽ കൂട്ടായ്മ രൂപീകരിച്ചു. ഡിസ്ട്രിക്ട് ലീഗൽ സർവീസ് അതോറിറ്റി സെക്രട്ടറി കൂടിയായ സബ് ജഡ്ജ് സരിത രവീന്ദ്രൻ കൂട്ടായ്മയുടെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ചു.
മാർ ഔഗിൻ കുര്യാക്കോസ് മെത്രാപ്പോലീത്ത അധ്യക്ഷത വഹിച്ചു. ക്ലർജി സെക്രട്ടറിയും ചാരിറ്റി കമ്മിറ്റി പ്രസിഡന്റുമായ ഫാദർ ഇനാഷു, വികാരി ജനറൽ ഫാദർ ജോസ് ജേക്കബ് വെങ്ങാശ്ശേരി, ഫാദർ ജിനു ജോസ്, കേന്ദ്ര ട്രസ്റ്റി ബോർഡ് ചെയർമാൻ ജേക്കബ് ബേബി ഒലക്കെങ്കിൽ, വൈസ് ചെയർമാൻ രാജൻ ജോസ് മണ്ണുത്തി, ചാരിറ്റി കമ്മിറ്റി സെക്രട്ടറി ലാലി റാഫേൽ എന്നിവർ സംസാരിച്ചു. ഫാദർ ഡോക്ടർ ഫ്രാൻസിസ് ആലപ്പാട്ട് എഴുതിയ മറിയം ഉലഹന്നാൻ എന്ന നോവൽ പ്രകാശനം ചെയ്തു. മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി അധ്യാപകനായിരുന്ന എൻ.എ. ബലരാമൻ ലഫ്റ്റനന്റ് കേണൽ ഡോക്ടർ ബിനോയ് ചിറ്റിലപ്പള്ളിക്ക് നൽകി പ്രകാശനം നിർവഹിച്ചു. ഗ്രീൻ ബുക്സ് എം.ഡി. കെ. നരേന്ദ്രൻ, ഫാദർ ജാക്സൺ ചാലക്കൽ, ഡോക്ടർ ടി.ആർ. രവി, റോഷൻ ആട്ടോക്കാരൻ എന്നിവർ സംസാരിച്ചു. വാടാനപ്പള്ളി സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ദേവാലയത്തിലെ തിരുനാൾ ആഘോഷിച്ചു. ഫാദർ റിജോ വിധേയത്തിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ ഡിക്സൺ കൊളംബ്രത്ത് തിരുനാൾ സന്ദേശം നൽകി. വികാരി ഫാദർ ഏബിൾ ചിറമ്മൽ സഹകാർമ്മികനായി. തുടർന്ന് പ്രദക്ഷിണവും നടന്നു. ട്രസ്റ്റിമാരായ C.A. ലോനപ്പൻ, C.A. സോളമൻ, K.F. ജോസഫ്, ജനറൽ കൺവീനർ ഫ്രാൻസിസ് നെല്ലിശ്ശേരി എന്നിവർ തിരുനാൾ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി. കുന്നംകുളം പോലീസ് സ്റ്റേഷന് മുൻപിൽ വൺ വേ ലംഘിച്ചെത്തിയ ബൈക്കിടിച്ച് മറ്റൊരു ബൈക്ക് യാത്രികന് പരിക്കേറ്റു. വാടാനപ്പള്ളി സ്വദേശി പുറത്തല വീട്ടിൽ പ്രദീപിനാണ് പരിക്കേറ്റത്. തൃശൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ബൈക്കും എതിർദിശയിൽ വൺ വേ ലംഘിച്ചെത്തിയ മറ്റൊരു ബൈക്കും കൂട്ടിയിടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ കാലിന് പരിക്കേറ്റ ബൈക്ക് യാത്രികനെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിൽ ഇരു ബൈക്കുകൾക്കും കേടുപാടുകൾ സംഭവിച്ചു. അപകടത്തെ തുടർന്ന് മേഖലയിൽ ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ടു. കുന്നംകുളം പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. വെങ്ങിണിശ്ശേരി ശിവപുരത്ത് ബാബുവിന്റെ കുടുംബത്തിന് ചെറാട്ട് തൃക്കോവിൽ വാര്യത്തെ C.V. രമേശ് നിർമ്മിച്ചു കൊടുത്ത വീടിന്റെ താക്കോൽദാനം C.C. മുകുന്ദൻ MLA നിർവഹിച്ചു. പാറളം പഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനയൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശ മാത്യു, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ജെയിംസ്, K. പ്രമോദ്, ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അനിത മണി, T.M. മോഹനൻ, C.V. രമേശ്, ഭാര്യ രേഖ എന്നിവർ സംസാരിച്ചു. ഇന്നത്തെ സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 6695 രൂപ, പവന് 53,560 രൂപ. വെള്ളി ഗ്രാമിന് 93 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3249 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. അഷ്ടമി രോഹിണി ആഘോഷ നിറവിൽ ഗുരുപവനപുരി. കണ്ണനെ കണ്ണിറയെ കാണാൻ ഭക്തലക്ഷങ്ങൾ. കൂടുതൽ വെളിപ്പെടുത്തലുകളുമായി നടിമാർ രംഗത്ത്. ആരോപണ വിധേയക്കെതിരെ ക്രിമിനൽ ഗൂഢാലോചനയ്ക്ക് പരാതി നൽകി നടൻ സിദ്ദിഖ്. അമ്മായോഗം മാറ്റിവെച്ചു. തൃശൂർ നടത്തറയിൽ 103 ഗ്രാം MDMA-യുമായി 2 പേർ പിടിയിൽ. കുന്നംകുളം സ്വദേശികളായ വിഷ്ണു, ശരത് എന്നിവരെയാണ് തൃശൂർ സിറ്റി ലഹരി വിരുദ്ധ സ്ക്വാഡും ഒല്ലൂർ പോലീസും ചേർന്ന് പിടികൂടിയത്. കൊടുങ്ങല്ലൂർ മേത്തലയിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരൻ മരിച്ചു. കണിമംഗലത്ത് വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന സൈക്കിൾ യാത്രികൻ മരിച്ചു. തൃശൂർ വടക്കേ സ്റ്റാൻഡിൽ ബസ്സിൽ നിന്ന് വീണ് യാത്രക്കാരിക്ക് പരിക്ക്. പന്നിത്തടം കേച്ചേരി റോഡിൽ അമ്മയെയും മകളെയും വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. പഴഞ്ഞി സ്വദേശി കണ്ടാറശ്ശേരി വീട്ടിൽ അനീഷിന്റെ ഭാര്യ രേഖ, മകൾ ആരതി എന്നിവരാണ് മരിച്ചത്. ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് കേരള ഷോളയാർ ഡാമിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. ഡാമിൽ നിന്ന് അധിക ജലം ചാലക്കുടി പുഴയിലേക്ക് ഒഴുകും. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.